മകൾക്ക് അമ്മയോട് അതിഭീകരമായ വൈരാഗ്യം. അമ്മയ്ക്കും ഒരു ജീവിതമുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്കും ഫ്രണ്ട്സ് വേണം. അമ്മ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞാൽ ഒരു പരിധിവരെയുള്ള അമ്മമാരെല്ലാവരും ഈ പറഞ്ഞ പോലെ എന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ സുഹൃത്തുക്കളെ ഉണ്ടാവില്ല. ചോദ്യം അതാണ്, നമ്മുടെ വില എവിടെയാണ് നഷ്ടപ്പെട്ടത്? കല്യാണം കഴിയുന്നു, പുതിയ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ശരിക്കും നല്ല രീതിയിലുള്ള ഒരു സ്ട്രെസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ഡെലിവറി, അതിൻ്റെ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, അതിനകത്ത് മറ്റുള്ളവർ സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ. ഒരു 45കളിലൊക്കെ എത്തിയ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വില എന്താണ്? അങ്ങനെ ചോദിക്കാനുള്ള റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ദിവസമായിട്ട് വാല്യൂസിനെ പറ്റി മനസ്സിലിങ്ങനെ കുറേയേറെ തോട്ട്സ് വന്നു. അതിൻ്റെ കാരണം ഞാൻ പറയാം. അപ്പോൾ ശരിക്കും വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ, കൾച്ചറൽ, അല്ലെങ്കിൽ സോഷ്യൽ വാല്യൂസ്, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ടുവന്ന വാല്യൂസ് അതല്ല കേട്ടോ. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മളുടെ വില എന്താണ് എന്ന് ചോദിക്കാനുള്ള റീസൺ, കഴിഞ്ഞ ദിവസം മുന്നിലിരുന്ന ഒരു 45 വയസ്സോളം പ്രായമുള്ള ഒരു അമ്മയാണ്. അമ്മയ്ക്ക് 2 മകളുണ്ട്, 2 പെൺകുട്ടികളാണ്, 2 പെൺമക്കളാണ്. അപ്പോൾ അവർ ഒരു കുട്ടിയെ കല്യാണമൊക്കെ കഴിപ്പിച്ചയച്ചു. അപ്പോൾ ഇതിനകത്ത് ഈ മകൾക്ക് അമ്മയോട് അതിഭീകരമായ വൈരാഗ്യം. വൈരാഗ്യത്തിൻ്റെ തോത് ഏത് ലെവൽ വരെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് പുള്ളിക്കാരി അമ്മയെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുകയും, അതായത് പേര് വെളിപ്പെടുത്താതെ വിളിച്ചിട്ട്, ഓക്കെ, എന്നിട്ട് അമ്മയെ കൊണ്ട് മാപ്പ് പറയിക്കുക. പിന്നെ അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് അമ്മയെ ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് അമ്മയെ കാല് പിടിച്ച് മാപ്പ് പറയിപ്പിക്കുക. ഇത്യാദി ക്രൂര വിനോദങ്ങളാണ് ഈ മകള് നടത്തുന്നത്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നി 45കളിലൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള അമ്മമാർ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതായത് മക്കള്, പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അമ്മയോട് അമിതമായിട്ടുള്ളൊരു വൈരാഗ്യം. അത് അമ്മയോടുള്ള അസൂയാണോ? അതേ, അമ്മയോട് അസൂയ എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് അസൂയ എന്ന വാക്കല്ല നിങ്ങൾ എടുക്കേണ്ടത്. അമ്മയോട് ഇത്രയും വൈരാഗ്യം വരാൻ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ തമ്മിൽ അത് സംസാരിച്ച് തീർക്കുന്നുണ്ടോ? ഇതല്ല നമ്മുടെ വിഷയം. ഈ ഒരു വൈരാഗ്യത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ പക്ഷേ ഈ കുട്ടി അമ്മയോട് പല കാര്യങ്ങളും, ഈ കുട്ടിയുടെ ആവശ്യങ്ങൾക്ക് ഈ കുട്ടി വളരെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഈ അമ്മയുടെ ഫ്രണ്ട്സ്, അപ്പം അസൂയ എന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയ്ക്ക് സുഹൃത്തുക്കളുണ്ട്. അമ്മയ്ക്കും അച്ഛൻ പുറത്താണ്, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുള്ളൂ. അപ്പം അമ്മയ്ക്കും അമ്മയുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അപ്പം അല്ലെങ്കിൽ അമ്മയ്ക്ക് ചിലപ്പോൾ ഒരു ആൺ സുഹൃത്തുക്കൾ ഉണ്ടാവും, അല്ലേ? അപ്പം ഇതിനെല്ലാത്തിനും അമ്മ അതിനും കൂടി സമയം കണ്ടെത്തുന്നു, അവരോടൊപ്പം പോകുന്നു, അമ്മ സന്തോഷിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യവും വൈരാഗ്യവും പല മക്കൾക്കും ഉണ്ടാവുന്നു. അപ്പം ശരിക്കും എൻ്റെ അമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത്, അതൊക്കെ ഇവരെല്ലാം പുറത്തൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാനിത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഇവരാരും. അപ്പോൾ അമ്മയ്ക്കും ഒരു ജീവിതമുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്കും ഫ്രണ്ട്സ് വേണം. അമ്മ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞാൽ ഒരു പരിധിവരെയുള്ള അമ്മമാരെല്ലാവരും ഈ പറഞ്ഞ പോലെ എന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ സുഹൃത്തുക്കളെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ജീവിതത്തിൻ്റെ ഒരു 1/4 ഭാഗം കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെ അന്വേഷിച്ച് പോവാറ് തന്നെ. അപ്പൊ ഈ അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല സുഹൃത്ത് വലയമുള്ള ഒരു അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് എന്താണ്, ആൺ സുഹൃത്തുക്കളോടുണ്ട്, അല്ലെങ്കിൽ ആൺ സുഹൃത്തുക്കളുണ്ട്, അവരോട് അമ്മ സംസാരിക്കുന്നു. അല്ലെങ്കിൽ അപ്പൊ ഈ കുട്ടി ഈ അമ്മയുടെ ചാറ്റും ഇതെല്ലാം എടുത്തു വെച്ചിട്ട് അമ്മയെ ഇങ്ങനെ എന്തോ ഒരു കുറ്റക്കാരിയാക്കാനായിട്ട് അമ്മയെ പൊക്കി എന്നുള്ള ഒരു രീതിയിൽ പ്രതികരിക്കുന്നു. യുദ്ധമാവുന്നു വീട്ടിൽ, എപ്പോഴും അമ്മയും മക്കളും തമ്മിൽ ഫൈറ്റ്. അപ്പോൾ പലപ്പോഴും എൻ്റെ മുമ്പിലൊക്കെ ചില കേസുകളൊക്കെ വരുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നും. കാരണം അമ്മയെ മക്കള് ചീത്ത പറയുകയാണ്, അമ്മയെ തല്ലുകയാണ്. അപ്പോൾ ഞാനവരോട് ചോദിക്കും, ഇതിലെ അമ്മ ആര്, മക്കളാര്, അല്ലേ? അപ്പം നമ്മുടെ വില, എൻ്റെ ചോദ്യം അതാണ്, നമ്മുടെ വില എവിടെയാണ് നഷ്ടപ്പെട്ടത്? നമ്മളെ പറ്റിയുള്ളൊരു മതിപ്പും ഒരു കഴിവും ഒക്കെ ഉള്ളൊരു ടൈമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഒന്ന് നഷ്ടപ്പെടുകയാണ്. എങ്ങനെ നഷ്ടപ്പെടുന്നു? എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ അടുത്ത് ആലോചിക്കാനാണ് പറഞ്ഞത്. കാര്യം നിങ്ങൾ ചിന്തിക്കണം ഇത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കും, അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവൾ എന്നോട് ചോദിക്കുകയാണ്, അപ്പം ഞാൻ ചോദിച്ചു നിനക്ക്, അപ്പം പുള്ളിക്കാരൻ എന്നോട് പറയാണ്, നമ്മൾ കുറെ നാൾ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ
മെയ്ഡിന് പോലും നമ്മളെടുത്ത് വിലയില്ലാതെയാണ് പെരുമാറുന്നത്, സീരിയസ്ലി. അപ്പോൾ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോകെ 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 നമുക്ക് എന്താ സംഭവിക്കണേ? നമ്മുടെ പാർട്ട്ണർക്ക് നമ്മളോട് വിലയുണ്ടോ? ഞാൻ ആ ചോദ്യത്തിലേക്കാണ് വന്നത്. എവിടെയാണ് വില നഷ്ടപ്പെട്ടത്? നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് വിലയുണ്ടോ? ഞാൻ ഇപ്പം പലപ്പോഴും നിങ്ങൾ പറയും, നമുക്ക് പദവി ഉണ്ടെങ്കിൽ, പൊസിഷനോ അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഒരു ഒത്തിരി കാശുണ്ടെങ്കിൽ നമുക്ക് ആ വിലയല്ല. അത് ഒരു ജെനുവിൻ വാല്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ ഉള്ളിൽ അപ്പൊ എവിടെയൊക്കെയോ നമ്മളുടെ വാല്യൂ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോവാണ്, അല്ലേ? മേ ബി നമ്മളുടെ ജീവിതത്തിൽ ഇപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണം കഴിയുന്നു, പുതിയ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ശരിക്കും നല്ല രീതിയിലുള്ള ഒരു സ്ട്രെസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ഡെലിവറി, അതിൻ്റെ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, അതിനകത്ത് മറ്റുള്ളവർ സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ. ഒരു 45കളിലൊക്കെ എത്തിയ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാണ് ഞാൻ ഒറ്റപ്പെട്ടെന്നുള്ളൊരു ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളുടെ റിയാക്ഷൻസ് ആണോ നമ്മളുടെ വിലയില്ലാതാക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പോൾ വിലയില്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ഇല്ല എന്നുള്ളത് പലപ്പോഴും നമ്മളുടെ മക്കളുടെ റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്, നമ്മുടെ വീട്ടിൽ ഒരു വിലയില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അപ്പൊ നമ്മൾ ആലോചിച്ചത് എങ്ങനെ വില ഉണ്ടാക്കാം? അപ്പൊ പോയ വില നമുക്ക് എങ്ങനെയാണ് തിരിച്ചു പിടിക്കാൻ പറ്റുന്നത്? അപ്പോൾ അതിനെ തിരിച്ച് പിടിക്കലിന് മുന്നേ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാല്യൂ, എന്താണ് നിങ്ങളുടെ വാല്യൂ എന്ന് നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങളിതൊക്കെ ആലോചിക്കണ്ടേ? ഞാൻ എൻ്റെ വീഡിയോസൊക്കെ പലപ്പോഴും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതിൻ്റെ ഒരു റീസൺ, നിങ്ങൾ ആരും നിങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് പല പല മാർഗങ്ങളിലേക്കാണ് എല്ലാവരും പോകുന്നത്. ചിലപ്പം കുറെ പൊട്ട സീരിയലുകളൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഈ ഒന്നും പറ്റിയില്ല വെച്ചാൽ ഈ മറ്റുള്ളവരുടെയും കണ്ടവരുടെയും വീട്ടിൻ്റെ പുറകെ എന്താ നടക്കണേ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്താ നടക്കണേ എന്നുള്ളത് സ്ക്രോളി നമ്മുടെ ജീവിതത്തിൽ വാല്യൂ ഇല്ലാണ്ട് നമ്മളാക്കാണ്. അപ്പം നമ്മുടെ എവിടെയാ വാല്യൂ നഷ്ടപ്പെട്ടത്? എല്ലാം നിങ്ങളോടുള്ള ചോദ്യമാണ്. നഷ്ടപ്പെട്ടോ? അതേ ഉണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മിക്കപ്പോഴും അമ്മമാർ എന്നോട് വന്ന് പറയുന്നതാണ്, ഇല്ല മാഡം, ഒരു വിലയില്ല, ആർക്കും ഒരു വിലയില്ല എന്ന്. അപ്പം അതെവിടെയാണ് നഷ്ടപ്പെട്ടത്? അത് നഷ്ടപ്പെട്ടത് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, അല്ലേ? ഇതെവിടെയാണ് നഷ്ടപ്പെട്ടത്? അത് ആലോചിക്കണമെങ്കിൽ നമ്മൾ നമ്മളെപ്പറ്റി ഒന്നും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യണം. എവിടെയൊക്കെ കുറച്ച് കൊഴിഞ്ഞ് എൻ്റെ പാർട്സ് പല പല സ്ഥലത്തായിട്ട്, ഫ്രാഗ്മെന്റ്സ് പല പല സ്ഥലത്തേക്ക് വീണുപോയി. അപ്പം എൻ്റെ ആ ഹോൾനെസ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം ഇല്ല. അപ്പം ഞാൻ റിയാക്ട് ചെയ്യും. എൻ്റെ സ്ട്രെസ് കൂടുമ്പോൾ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിഭീകരമായിട്ട് റിയാക്ട് ചെയ്യും. സംസാരിച്ചും വഴക്കുണ്ടാക്കിയും ചീത്ത പറഞ്ഞും ഒക്കെ റിയാക്ട് ചെയ്യും. സംസാരിക്കാത്തവരാണെങ്കിൽ സപ്രസ് ചെയ്യും. പല പല അസുഖങ്ങളായിട്ട് ബോഡിയിൽ ഫോം ചെയ്യും. ഇന്നലെ ഒരാളിനെ കണ്ടതേ ഉള്ളൂ, കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, തൈറോയിഡ് ഇഷ്യൂ ഉണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന് അപ്പം ഞാൻ പറഞ്ഞല്ല, ശരിക്കും വളരെ പാവ ഒരു മനുഷ്യനാണ് കേട്ടോ. അദ്ദേഹത്തിന് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റണില്ല. ഞാൻ ചോദിച്ചു, ശരിക്കും ഉള്ളിൽ വിഷമം മറ്റുള്ളവരോട് പറഞ്ഞോ ദേഷ്യപ്പെടാൻ? ഇല്ല മാഡം, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. മനസ്സിലായില്ലേ? നമുക്ക് വി കാൺട്ട് എക്സ്പ്രസ്. അപ്പോൾ നമുക്ക് പറയാൻ കൂടി പറ്റണില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ വാല്യൂ ഇല്ലായ്മ. അപ്പൊ ഇത് എവിടുന്ന് വന്നു? എങ്ങനെയായിരുന്നു നിങ്ങൾ? ഇപ്പം നിങ്ങളുടെ 45കളോ 30കളോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ടോ നിങ്ങളുടെ ചുറ്റിൽ നിൽക്കുന്നവരെ? ചോദ്യം നിങ്ങളോടാണ്. അപ്പൊ ആദ്യം അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കും. എന്നിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ വാല്യൂ എങ്ങനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് നമുക്കിനി സംസാരിക്കാം. താങ്ക് യു സോ മച്ച് ഫ്രം ഹീലിംഗ് ട്രീ പൈന്തലേക്ക.